തിരുവനന്തപുരം UAE കോൺസുലേറ്റ് വഴിയുള്ള നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിൽ പുതിയ വഴിത്തിരിവ്. ശബരിമല ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യയിലെ പ്രധാന ആരാധനാലയങ്ങളിൽ നിന്നുള്ള പുരാവസ്തുക്കളും സ്വർണവും നയതന്ത്ര പാഴ്സൽ വഴി വിദേശത്തേക്ക് കടത്തിയിരിക്കാം എന്ന സംശയത്തിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചു. മുൻപ് നടന്ന അന്വേഷണം വിദേശത്തുനിന്ന് കേരളത്തിലേക്ക് സ്വർണം കടത്തിയതിനെക്കുറിച്ച് മാത്രമായിരുന്നു. എന്നാൽ ഇതേ ചാനലിലൂടെ കേരളത്തിൽ നിന്ന് വിദേശത്തേക്ക് പോയ പാഴ്സലുകളിൽ എന്തായിരുന്നു എന്നത് സംബന്ധിച്ച് ഇന്നും ദുരൂഹത നിലനിൽക്കുന്നു. ആരാധനാലയങ്ങളിൽ നിന്ന് മോഷ്ടിക്കപ്പെടുന്ന വസ്തുക്കൾ വിദേശത്തേക്ക് കടത്തുന്ന മാഫിയ കേരളത്തിൽ സജീവമാണെന്ന വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. മുൻപ് സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതികളായ സ്വപ്ന സുരേഷ്, സരിത്ത് എന്നിവർക്ക് പുറമെ മറ്റ് ഉദ്യോഗസ്ഥരിലേക്കും അന്വേഷണം നീളുന്നുവെന്ന് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു. സെക്രട്ടേറിയറ്റിലെ ചില ഉദ്യോഗസ്ഥർക്ക് അർഹതയില്ലാതെ നയതന്ത്ര തിരിച്ചറിയൽ കാർഡുകൾ ലഭിച്ചതായും പ്രോട്ടോകോൾ ഓഫീസറുടെ അനുമതിയില്ലാതെ ഗ്രീൻ ചാനൽ വഴി പാഴ്സലുകൾ അയച്ചതായും മുൻപ് കണ്ടെത്തിയിരുന്നു. കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് പുറമെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗങ്ങളായ എൻഫോഴ്സ്മെന്റ്, കസ്റ്റംസ്, പ്രിവന്റീവ് വിഭാഗം എന്നിവരാണ് നിലവിൽ വിവരങ്ങൾ ശേഖരിക്കുന്നത്. പ്രാഥമിക തെളിവുകൾ ലഭിക്കുന്ന മുറയ്ക്ക് ED ഔദ്യോഗികമായി കേസ് രജിസ്റ്റർ ചെയ്യും. സംസ്ഥാന പ്രോട്ടോകോൾ ഓഫീസറുടെ സീലോ ഒപ്പോ ഇല്ലാതെ തന്നെ പല സുപ്രധാന പാഴ്സലുകളും വിദേശത്തേക്ക് കടത്തിയിട്ടുണ്ടെന്ന് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. ജിജോ ജോൺ പുത്തേഴത്താണ് ഇത്തരത്തിൽ ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. മുൻപ് നടന്ന അന്വേഷണങ്ങളെല്ലാം വിദേശത്തുനിന്ന് കേരളത്തിലേക്ക് വന്ന നയതന്ത്ര പാഴ്സലുകളെ കുറിച്ചായിരുന്നു. എന്നാൽ കേരളത്തിൽ നിന്ന് തിരിച്ച് വിദേശത്തേക്ക് പോയ പാഴ്സലുകളുടെ ഉള്ളടക്കം പരിശോധിക്കപ്പെട്ടിരുന്നില്ല. ഈ പഴുതുപയോഗിച്ച് ശബരിമലയിലെ പുരാവസ്തുക്കൾ കടത്തിയിരിക്കാം എന്നാണ് സംശയം. ദക്ഷിണേന്ത്യയിലെ ക്ഷേത്രങ്ങളിൽ നിന്ന് വിഗ്രഹങ്ങളും പൂജാവസ്തുക്കളും മോഷ്ടിച്ച് അന്താരാഷ്ട്ര വിപണിയിൽ എത്തിക്കുന്ന വലിയൊരു സംഘം സജീവമാണ്. ഈ സംഘത്തിന് നയതന്ത്ര ചാനലുമായി ബന്ധമുണ്ടോ എന്നതാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. അന്വേഷണ റിപ്പോർട്ടുകൾ പ്രകാരം ഭരണഘടനാപരമായ വലിയ വീഴ്ചകൾ ഈ കേസിൽ നടന്നിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിലെ ഉന്നത ബന്ധങ്ങളുള്ള ചില ഉദ്യോഗസ്ഥർക്ക് നയതന്ത്ര തിരിച്ചറിയൽ കാർഡുകൾ ലഭിച്ചിരുന്നു. ഇതുപയോഗിച്ച് ഇവർ കോൺസുലേറ്റിലെ പ്രവർത്തനങ്ങളിൽ ഇടപെടുകയും പാഴ്സലുകൾ അയക്കാൻ സഹായിക്കുകയും ചെയ്തു. സീലും ഒപ്പും ഇല്ലാത്ത അനുമതി. സാധാരണയായി നയതന്ത്ര ബാഗേജുകൾ അയക്കാൻ സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസറുടെ കൃത്യമായ അനുമതി പത്രം ആവശ്യമാണ്. എന്നാൽ പലപ്പോഴും യാതൊരു പരിശോധനയുമില്ലാതെ ഗ്രീൻ ചാനൽ വഴി ഇവ കടത്തിവിട്ടതായി കസ്റ്റംസ് കണ്ടെത്തിയിട്ടുണ്ട്. വിദേശത്തേക്ക് അയച്ച പാഴ്സലുകളുടെ കൃത്യമായ ലിസ്റ്റ് കോൺസുലേറ്റിലോ വിമാനത്താവള അധികൃതരുടെ പക്കലോ ലഭ്യമല്ലാത്തത് അന്വേഷണത്തെ സങ്കീർണമാക്കുന്നു. കോൺസുലേറ്റിലെ മുൻ ജീവനക്കാരെയും പ്രോട്ടോകോൾ ഓഫീസിൽ അക്കാലത്തുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെയും വീണ്ടും ചോദ്യം ചെയ്യും. നിലവിൽ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള പ്രാഥമിക വിവരശേഖരണമാണ് നടക്കുന്നത്. സ്വർണമോ പുരാവസ്തുക്കളോ കടത്തിയതിന് പകരമായി കള്ളപ്പണം ഒഴുകിയിട്ടുണ്ടെന്ന് വ്യക്തമായാൽ ED ഉടൻ കേസ് രജിസ്റ്റർ ചെയ്യും. ശബരിമലയിലെയും മറ്റ് പ്രധാന ക്ഷേത്രങ്ങളിലെയും സ്വർണം, മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കൾ എന്നിവയുടെ കൃത്യമായ കണക്കുകൾ ദേവസ്വം ബോർഡുകളിൽ നിന്ന് അന്വേഷണ ഏജൻസികൾക്ക് ആവശ്യപ്പെടാനും സാധിക്കും.